ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ഇടുന്നത്. ഞങ്ങൾക്ക് ചില തിരക്കുകളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് വീഡിയോ ഇടാഞ്ഞത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ലൈവിലും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ലൈവ് കാണുന്നവരുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോകൾ കാണുന്നവർക്ക് ഒത്തിരി പരാതികളുണ്ട്, ഞങ്ങൾ പുതിയ വീഡിയോ ഒന്നും ഇടുന്നില്ല എന്നൊരു പരാതിയുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്ന ഇടുക്കി ജില്ല, ഞങ്ങൾ ഇടുക്കിയിലക്കാരാണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാലോ, ഞങ്ങൾ കട്ടപ്പനക്കാരാണ്. അപ്പോൾ ഞങ്ങൾ ഇടുക്കിയിലക്കാർക്ക് പ്രധാനമായിട്ട് ഞങ്ങൾ കുറച്ച് കാലങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്നത് യാത്രാ സൗകര്യം, അല്ലെങ്കിൽ യാത്രാ സൗകര്യം ഉണ്ടെങ്കിലും വീതിയുള്ള വഴികളില്ലാത്തതായിരുന്നു ഞങ്ങളുടെ പ്രധാന കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ നിലവിൽ ഞങ്ങൾക്ക് ഇടുക്കി ജില്ലയുടെ വികസനത്തിന് പ്രധാന കാര്യമായി മാറിയത് ഇവിടെ മലയോര ഹൈവേ വന്നതോടുകൂടിയാണ്. 12 മീറ്റർ വീതിയിൽ മനോഹരമാകുന്നൊരു മലയോര ഹൈവേ ഞങ്ങൾക്ക് വന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം, വികസനം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് കുട്ടിക്കാനം മുതൽ കട്ടപ്പന വരെയുള്ള പണ്ട് കാലത്തെ അല്ലെങ്കിൽ ഒരു 3 വർഷം മുമ്പുള്ള യാത്രയെന്ന് പറഞ്ഞാൽ വളരെ ദുഷ്കരമായിരുന്നു. ഞങ്ങൾ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ആളുകൾ ഛർദ്ദിക്കുകയും അതുപോലെ തലവേദന ഉണ്ടാകുകയൊക്കെ ചെയ്യുന്ന ഒരു അനുഭവമായിരുന്നു ഞങ്ങളുടെയൊക്കെ ഇടുക്കി ജില്ലക്കാർക്ക് ഉണ്ടായിരുന്നത്. എന്തായാലും അതുകൊണ്ട് ഈ മലയോര ഹൈവേ വന്നതോടുകൂടി മനോഹരമാകുന്ന ഒരു റോഡ് ഞങ്ങൾക്ക് ലഭിച്ചു. മാത്രമല്ല ഇപ്പോൾ ആ റോഡിലൂടെ സഞ്ചരിക്കുന്നവരെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി നല്ല സീനറികളൊക്കെ പിടിച്ച് വളരെ സന്തോഷത്തോടു കൂടി ജേർണിങ് നടത്തുന്നവരാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇടുക്കി ജില്ലയിലെ ഈ കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാനപാത അല്ലെങ്കിൽ മലയോര ഹൈവേയുടെ മനോഹരമാകുന്ന ദൃശ്യങ്ങൾ കാണിക്കാൻ വേണ്ടിയാണ് വീഡിയോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പണി പൂർത്തീകരിച്ചില്ല കേട്ടോ, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കട്ടപ്പന മുതൽ നെരിയമ്പാറ വരെയുള്ള ഏകദേശം പണി പൂർത്തീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കട്ടപ്പനയ്ക്ക് ഇന്ന് കറങ്ങാൻ വേണ്ടി പോയപ്പോൾ ഈ മനോഹര ദൃശ്യം ഒന്ന് കാണിക്കാമെന്ന് വെച്ച്, എന്തായാലും പണി 30% എന്തായാലും ഇടുക്കി ജില്ലയുടെ ഒരു വികസനത്തിന് പ്രധാന കാര്യം ഈ മലയോര ഹൈവേ തന്നെയാണ്. അപ്പോൾ മലയോര ഹൈവേയുടെ മനോഹര ദൃശ്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് സിറ്റി വരെ പോയതായിരുന്നു കേട്ടോ. അപ്പോൾ നാളെ റെഡ് ഡേ ആയതുകൊണ്ട് കുട്ടികൾക്ക് റെഡ് കളർ ടീഷർട്ടൊക്കെ മേടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പോയതാണ്. നമ്മുടെ വയനാട് ദുരന്തം നടന്ന സമയമായോണ്ട് ആഘോഷിക്കാൻ പറ്റിയില്ല. ഉരുൾപൊട്ടലൊക്കെ നടന്നുകൊണ്ട് അവർക്ക് അന്നത്തെ ദിവസം ആചരിക്കാൻ പറ്റിയില്ല. അപ്പോൾ നാളെ റെഡ് ഡേ ആയിട്ട് ആചരിക്കുക. അപ്പോൾ ഇവർക്ക് ടീഷർട്ട്, ചുമന്ന ടീഷർട്ടൊക്കെ മേടിക്കാൻ വേണ്ടി പോയതാണ്. അപ്പം ചുമന്ന ടീഷർട്ട് മാത്രമല്ല, ചുമന്ന ഫ്രൂട്ട്സ്, ആപ്പിള്, ഫ്രൂട്ട്സ് അതുപോലെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കണം. അപ്പോൾ അതുകൊണ്ട് മേടിക്കാൻ പോകാം കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ഞങ്ങൾ ലൈവിൽ വരാറുണ്ട്, 2 ദിവസമായിട്ട് ലൈവിലും വരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്കൊരു വീഡിയോ ഉണ്ടോയെന്നൊരാഗ്രഹം. അപ്പം അതുകൊണ്ടാണ് ഈ മലയോര ഹൈവേയുടെ മനോഹരമാകുന്ന ദൃശ്യം നിങ്ങൾക്ക് വേണ്ടി തരുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പം ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും നമുക്ക് പുതിയ വീഡിയോകളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാട്ടോ കുട്ടിക്കാനം കട്ടപ്പന മലയോര ഹൈവേയുടെ മനോഹര ദൃശ്യങ്ങൾ. ഇപ്പോൾ നെരിയമ്പാറ മുതൽ കട്ടപ്പന വരെയുള്ള പണിയാണ് പൂർത്തീകരിച്ചിരിക്കുന്നത്. 2 സൈഡും 9 മീറ്റർ ടാറിങ്ങും 2 സൈഡിലും 1.5 മീറ്റർ എയർ ഷോഡിയും കൂടിയാണ് ഈ മനോഹരമാകുന്ന മലയോര ഹൈവേയുടെ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വളരെ കുറച്ച് കാലങ്ങളായി ഞങ്ങൾ ഇടുക്കി കട്ടപ്പന ഏരിയയിലുള്ള ആളുകൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു റോഡായിരുന്നു. എന്തായാലും ആദ്യ ഘട്ടമാകുന്ന കുട്ടിക്കാനം ചപ്പാത്ത് വരെയുള്ള റോഡ് പണി മനോഹരമായി പൂർത്തീകരിച്ചു. ഇപ്പോൾ നടക്കുന്നത് ചപ്പാത്ത് മുതൽ കട്ടപ്പന വരെയുള്ള മനോഹരമാകുന്ന മലയോര ഹൈവേയുടെ നിർമ്മാണമാണ്. എന്തായാലും ഒരുപാട് പ്രതിസന്ധികളും ഒരുപാട് സ്റ്റേ ഒക്കെ ഉണ്ടായിരുന്ന ഈ റോഡ് പൂർത്തീകരിക്കുന്നതോടുകൂടി ഇടുക്കി ജില്ലയ്ക്ക് വലിയൊരു വികസനം, നല്ലൊരു ടൂറിസ്റ്റ് മേഖലയിലേക്കുള്ള ഒരു യാത്രകളൊക്കെ നല്ല രീതിയിൽ സുഗമമായി നടക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇടുക്കിക്കാരായി ഞങ്ങൾ കാത്തിരിക്കുന്നത്. എന്തായാലും ഇന്ന് ഞങ്ങൾ ഈ ചെറിയ ഷോർട്ട് വീഡിയോയിലൂടെ ഞങ്ങൾ ഇടുക്കി അതുപോലെ കട്ടപ്പന മലയോര ഹൈവേയുടെ മനോഹര ദൃശ്യമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. എന്തായാലും ഇടുക്കിയിലേക്കൊക്കെ വരുവാൻ ആഗ്രഹിക്കുന്നവർ ഇനി ഒരിക്കലും മടിക്കേണ്ട മനോഹരമാകുന്ന റോഡാണ്. നല്ല വീതിയോടുകൂടിയുള്ള ഈ മനോഹര റോഡിലൂടെ സഞ്ചരിച്ച് ഇടുക്കിയിലെ മനോഹര കാഴ്ചകളൊക്കെ നിങ്ങളുടെ ക്യാമറകളിൽ ഒപ്പിയെടുക്കുവാനും നിങ്ങൾക്ക് കാണുവാനും ഒക്കെ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ വീഡിയോ എത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത്. എന്തായാലും പുതിയ വീഡിയോകളുമായി ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ വീഡിയോയും ഞങ്ങളുടെ ചാനലിലും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ വരുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.